എബി ഇത് എവിടെയാ? ഞാൻ കൊറേ നേരമായി വിളിക്കുന്നു. ഞാൻ വന്നോണ്ടിരിക്കുന്നു. എപ്പോ എത്തും? ഉടനെ എത്തും. സൂക്ഷിച്ചു വാ. ഓക്കെ. ചേട്ടാ ബുദ്ധിമുട്ടിക്കല്ലേ, ആവശ്യമുള്ള എടുത്തോളൂ. പോയ കാര്യം എന്താ ഏട്ടാ? അത് നടക്കത്തില്ലടോ. നമ്മുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് തിരികെ കിട്ടാൻ മാർഗമില്ലാന്നറിഞ്ഞുകൊണ്ട് ആരെങ്കിലും നമ്മളെ സഹായിക്കുമോ? ഈ മാസം 26 ജപ്തിയല്ലേ, അതൊഴിവാക്കാൻ ഒരു മാർഗവും ഇല്ല ഏട്ടാ. ഇല്ലടോ, ജപ്തി ഒഴിവാക്കാൻ ഒരു മാർഗവുമില്ല. ഇനിയൊരു അവധി നമുക്ക് കിട്ടില്ല, അന്ന് തന്നെ ഇറങ്ങേണ്ടി വരും. അച്ഛനും അമ്മയും ഇറങ്ങുന്ന മണ്ണ, ഈ മണ്ണിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് ഓർക്കുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ചേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ എബി? പണ്ട് ചേട്ടൻ ഒരുപാട് സഹായിച്ചല്ല അയാളെ. ആ എബി ഇപ്പോൾ വലിയ നിലയിലാന്നാ ഞാൻ അറിഞ്ഞേ. അതിന് എന്നാ നമുക്കൊന്ന് ചോദിച്ചൂടെ, ഈ അവസ്ഥയിൽ എബിക്ക് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞാലോ? നിമിഷ, ഇത്രയും വലിയ തുകയൊക്കെ ഞാൻ എങ്ങനെ അവനോട് ചോദിക്കുന്നേ? അതുമല്ല, അവൻ എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. വർഷങ്ങളായില്ലേടി ഞാൻ അവനെ കണ്ടിട്ട്. എബി മുമ്പ് താമസിച്ചിരുന്ന വീട് ചേട്ടനറിയത്തില്ലയോ? അവിടെ പോയി തിരക്കിയ എബി ഇപ്പോൾ എവിടെ ആണെങ്കിലും അറിയില്ലേ? എന്തായാലും നീ പറഞ്ഞതുപോലെ നാളെ അതുകൂടി ഒന്ന് ശ്രമിക്കാം. എബിയെ പോയി ഒന്ന് കാണാം. ചേട്ടൻ വാ, നല്ല യാത്രാക്ഷീണം ഉണ്ടാവും, ഒന്ന് ഫ്രഷ് ആവാം. മക്കൾ എന്ത് ചെയ്യടി? മക്കൾ നേരത്തെ ഉറങ്ങി. ആരാ? എന്ത് വേണം? എബിയുടെ വീടല്ലേ? ഞാൻ എബിയുടെ ഒരു പഴയ ഫ്രണ്ടാ. എബി താമസിച്ചിരുന്ന വീട്ടിൽ പോയിരുന്നു. അവിടെ നിന്നാണ് ഇവിടുത്തെ അഡ്രസ്സ് കിട്ടിയത്. സാർ ഇവിടെ ഇല്ല. എബി സാർ എപ്പോൾ വരും? സാറും കുടുംബവും ഒരു ടൂർ പോയിരിക്കുക.
എപ്പോൾ വരുമെന്നോ മറ്റോ അറിയൂ? എപ്പോൾ വരുമെന്നോ എപ്പോൾ പോകുമെന്നോ മറ്റും എനിക്കറിയില്ല. എബിസാറിൻ്റെ നമ്പർ ഒന്ന് തരുമോ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. സാറിൻ്റെ കാർഡൊന്ന് തരാം, വിളിച്ചു നോക്ക്. എടുത്താ എടുത്തു, ഇല്ലേ ഇല്ല. എന്നാൽ ശരി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഈ സമയത്തെങ്കിലും ഫോൺ ഓഫ് ചെയ്ത് വെച്ചൂടെ പപ്പ? ഓക്കെ, ഞാൻ തിരിച്ചു വിളിക്കാം. മോളെ, പപ്പ ബിസിനസ് കോളിൽ മാത്രമല്ലേ എടുക്കാറുള്ളൂ, അത് ഒഴിവാക്കാൻ പറ്റില്ല മോളെ. ഇതേ ബി ടൂർ വന്നതാന്ന് അറിഞ്ഞുകൊണ്ട് ആരോ ഉപദ്രവിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും ഒരു കോള്. നിന്റെ ഈ കഷ്ടപ്പാട് കാണുമ്പോൾ ഞാൻ എന്താ പറയണ്ടേ? സാരമില്ല മുരളിയേട്ടാ, ഇതല്ലേ ഇപ്പോഴത്തെ നമ്മുടെ ജീവിതമാർഗം. എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. നമ്മുടെ കഷ്ടപ്പാടൊന്നും മാറിയാൽ മതിയായിരുന്നു. സ്കൂൾ ഫീസ് അടയ്ക്കാതെ മോള് സ്കൂളിൽ പോകത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഫോൺ കോൾ. ഹലോ, ആരാണ്? ഹലോ, എബി അല്ലേ? അതെ, ഞാൻ മുരളിയാണ്. മുരളിയോ? ഇല്ലിക്കലെ. ആ, ഇല്ലിക്കല്ലേ മുരളി. എടോ മുരളി, താനിപ്പോൾ എവിടെയാ? ഞാൻ വീട്ടിൽ പോയിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് നമ്പർ കിട്ടിയത്. അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് കാണണമായിരുന്നു. അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. എടോ മുരളി, ഞങ്ങളിപ്പം കുറച്ച് ദൂരെയാ. ഫാമിലി ബത്ത ഒരു കറക്കം. തിരികെ എത്താൻ 3-4 ദിവസം കഴിയും. ഒരു കാര്യം ചെയ്യേ, രാത്രി 9 മണിക്ക് ശേഷം ഒന്ന് വിളിക്ക്. ഓക്കെ? ഓക്കെ എബി, ഞാൻ വിളിക്കാം. ഓക്കെ. ആരെ ബി ഫോണില്? അത് ഞാൻ പറയാറില്ലേ ഒരു മുരളിയെ കുറിച്ച്. ഏത് മുരളി? ആ, പണ്ട് നിങ്ങളെ എന്തോ സഹായിച്ചെന്ന് പറഞ്ഞ മുരളിയോ? മുരളി തന്നെ. അവൻ രാത്രി വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, A for apple, A for apple, B for banana, B for banana, C for. സ്കൂളിലോ പോകാൻ പറ്റുന്നില്ല, വീട്ടിലിരുന്നെങ്കിലും പഠിക്കേ. ആ, ഹലോ മുരളി, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരുപാട് കാലമായല്ലോ വിളിച്ചിട്ട്. നീ ഇപ്പം എവിടെയാണ്? ഞങ്ങളിപ്പം മേലേപ്പാടത്ത് തന്നെയാണ്. ഭാര്യയും മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ? ഞാൻ വിളിച്ചത് എബിയോടൊരു അത്യാവശ്യ കാര്യം പറയാനാണ്. നിനക്കെന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞല്ലോ, എന്താണ്? ഞാൻ എബിയെ വിളിച്ചത് ഒരു സഹായം ചോദിക്കാനാണ്. ഞാൻ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. കച്ചവടം നഷ്ടപ്പെട്ടു, ഓഫീസും കമ്പനിയും എല്ലാം ബാങ്കുകാർ കൊണ്ടുപോയി. താമസിക്കാതെ എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലായി. മക്കളെ അവളെയും കൊണ്ട് ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. നീ എന്നെ ഒന്ന് സഹായിക്കണം. ആ, അബി എന്റെ അടുത്ത് തന്നെയുണ്ട്. ഞാൻ കൊടുക്കാം അങ്കിളെ. അങ്കിള് തന്നെ പറയേ. എബി, ജോൺ അങ്കിളാ ആ പ്രോപ്പർട്ടിക്ക് 1 ലക്ഷം കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് എന്നാ പറയണേ. എബി തന്നെ സംസാരിക്കുന്നേ. മുരളി, ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം.
ഹലോ അങ്കിൾ, പറയൂ. എബി എന്തു പറഞ്ഞു ചേട്ടാ? ഞാൻ സംസാരിക്കുന്നതിനിടയിൽ വേറെ ആരുടെയോ കോള് വന്നു. അവൻ പിന്നീട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ആ റീന പറഞ്ഞു, നമുക്ക് നേരിട്ട് സംസാരിക്കാം. താങ്കൾ വിളിക്കുന്ന BSNL കസ്റ്റമർ എന്തു പറ്റി ചേട്ടാ? 2-3 ബില്ലടിച്ച് കട്ടാക്കി. അവൻ തിരക്കിലായിരിക്കും, തിരിച്ചു വിളിക്കുമായിരിക്കും. മുരളിയേട്ടാ, വിഷമിക്കാതെ, എബി നമ്മളെ സഹായിക്കും. ഏയ് അത് പറ്റില്ല, ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു പോയി. ഓക്കെ അങ്കിൾ, ഞാൻ തിരികെ വരുമ്പോൾ അതുവഴി വരാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം. എബി, ആ പ്രോപ്പർട്ടിക്ക് 1 ലക്ഷം രൂപ കൂട്ടി തരാൻ വരാളുണ്ട് എന്നല്ലേ അങ്കിള് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 കോടി രൂപ വരെയാണ് ലാഭം കിട്ടാൻ പോണത്. അത് പറ്റില്ല റീന, ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു പോയി. ഓക്കെ ഓക്കെ, നമ്മളതിന് അഡ്വാൻസ് ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ. ബിസിനസ്സിൽ കുറച്ച് എത്തിക്സ് ഒക്കെ വേണം റീന. നമുക്ക് ഈ ടോപ്പിക് ഇവിടെ നിർത്താം, വെറുതെ മൂഡ് കളയാതെ. മോൾ ഇറങ്ങിയോ? ആ, പപ്പേനെ കാത്തിരുന്നിട്ട് അവൾ എപ്പോഴേ ഉറങ്ങിപ്പോയി. വീടും പറമ്പും ജപ്തിയുടെ വക്കിലാണെങ്കിലും നിലവിൽ ഈ വീടുള്ളതുകൊണ്ടാണ് തൽക്കാലം രക്ഷ. ഇതുകൂടി നഷ്ടമായാൽ കൊടുക്കാനുള്ളവർ എന്തു പറയുമെന്ന് അറിയത്തില്ല. ഇനിയും ഇങ്ങനെ നാണം കിട്ടി ജീവിക്കുന്നതിലും ഭേദം നമുക്കെല്ലാവർക്കും കൂടി കുറച്ച് വിഷം കഴിച്ച് മരിക്കുന്നതാ. മുരളിയേട്ടാ, മുരളിയേട്ടാ എന്തായി പറയുന്നേ? നമ്മുടെ മക്കൾ അവരെന്ത് തെറ്റ് ചെയ്തിട്ടാ? ഏട്ടാ, എബിയാണെന്ന് തോന്നുന്നു. ഇതവനാ, ആരാ? സാബു. ഇന്നാണ് അവന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. ഇനിയൊരു അവധി പറയാൻ എനിക്ക് വയ്യ. എന്തെങ്കിലും അവരോടൊന്ന് പറയരുത് ഏട്ടാ, അല്ലെങ്കിൽ നേരെ വെളുക്കുമ്പോൾ അവരോട് വന്ന് നിൽക്കും. വരട്ടടി, അവൻ വന്ന് നമ്മുടെയൊക്കെ ശവം തിന്നിട്ട് പോട്ടെ. അവൻ ഓഫ് ചെയ്താ നായിന്റെ മോൻ. എൻ്റെ സാബുച്ച, പലിശയും കൂട്ടുപലിശയും ചേർത്ത് നമ്മൾ മുതലിനേക്കാൾ ഏറെ വാങ്ങിയിട്ടില്ലേ? വാങ്ങൂടാ, ഇനിയും ഞാൻ വാങ്ങും. ഒരു കാലത്ത് അവൻ ഇവിടുത്തെ വലിയ കോടീശ്വരനാണ്. ഇപ്പോൾ ഏറ്റവും വലിയ കടേശ്വരനാണ്, എല്ലാവർക്കും കടം കൊടുക്കാനുള്ളത്. സത്യം പറഞ്ഞ അവിടെ പലിശ ചോദിച്ച് ചെല്ലാൻ വലിയ മനസാക്ഷിക്കുത്ത. അതാ മനസ്സാക്ഷി മണ്ണാങ്കട്ടയുള്ളവൻ ഇനി എൻ്റെ കൂടെ ജോലി ചെയ്യണ്ടടാ. മനസ്സാക്ഷി മലത്തി വെച്ചാൽ പണമാകില്ലടാ. ഇനി നീയൊന്നും പോവണ്ട, എനിക്കറിയാം എന്തു ചെയ്യണമെന്ന്. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ദയവായി അല്പനേരം കഴിഞ്ഞ് വിളിക്കുക. സാബു, ബ്ലേഡ് സാബു. ആഹാ, ഇപ്പോഴും ജീവനോടുണ്ടല്ലയോ? ഞാൻ വിചാരിച്ചു വല്ല വിഷം അടിച്ചെല്ലാം കൂടെ ചത്ത് കാണുമെന്ന്. അതെങ്ങനെയാ? അതിന് പോലും കഴകത്തില്ലാത്ത. വാങ്ങി നക്കിയിട്ട് നീ വിളിച്ചാൽ ഫോണും എടുക്കത്തില്ല, തിരിച്ചൊട്ട് കൊടുക്കത്തുമില്ല. അത് സാബു, ഞാൻ ഈ മാസം ഇനി അവധി പറയാനാണെങ്കിലേ ഇനി ദിവസമില്ല. ഇന്ന് തീയതി 31. ഇന്നലെ എൻ്റെ പൈസ തരാമെന്നാടാ നാറിയും തീ പറഞ്ഞത്. അതേ, രാത്രി കെട്ടിപ്പിടിച്ച് കിന്നാരം പറഞ്ഞ് കിടക്കുമ്പോഴേ കടം മേടിച്ച് നക്കിയത് കെട്ടിയവനോട് തിരിച്ചു കൊടുക്കാനെന്ന് പറയണം. സാബു, എനിക്ക് കുറച്ച് ദിവസം കൂടി സമയം തരണം. തനിക്ക് നാണമില്ലല്ലോടോ. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ എങ്ങനെ തരണമെന്ന് ഒരു നിശ്ചയമില്ല. മനുഷ്യനായ കുറച്ചൊക്കെ ഉളുപ്പ് വേണം. ചെറിയ തുക വല്ലതും ആണെങ്കിലേ നിന്റെ വീട്ടിൽ കയറി ഞാനങ്ങ് മുതലാക്കിയേനെ. അതിപ്പോൾ എനിക്ക് തരാനുള്ള വെച്ച് നോക്കുമ്പോഴേ അതിനുള്ളതൊന്നും നിന്റെ വീട്ടിലില്ല. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, നാണമില്ലാത്ത കൂട്ടങ്ങൾ. ഞാനൊരു കാര്യം പറയാം, എനിക്ക് തരാനുള്ള പൈസ തരാതെ ഒരു രാത്രി കൂടി ഈ വീട്ടിൽ താമസിക്കത്തില്ല. നോക്കിക്കോ.
ഹലോ, അതെ, എബിയാണ്. ഓക്കെ, ഇന്ന് 6 മണിക്കോ? നോ പ്രോബ്ലം, ഞാൻ എത്തിക്കോളാം. ആരാ എബി കോളില്? നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഡീല് പറഞ്ഞില്ലേ, അവരിന്ന് ഫൈനലൈസ് ചെയ്യാനായിട്ട് 6 മണിക്ക് നമ്മുടെ എസ്റ്റേറ്റിൽ എത്തുമെന്ന്. അപ്പോൾ ഞാനിവിടെ എത്തിയേ പറ്റൂ റീന. നമുക്കിന്ന് ഇവിടുന്ന് പോയേ പറ്റൂ. നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം എനിക്കിന്ന് പോകാൻ. അബി ഇന്നോ? അതെ റീന, ഐ ആം സോറി. ദേ മുരളി വിളിക്കുന്നു. ഹലോ മുരളി. ഹലോ എബി. ഞാനേ ഡ്രൈവിങ്ങിലാണ്. എന്നാ പിന്നെ? ഇല്ല, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഞാൻ സ്പീക്കർ ഫോണിലിട്ടിരിക്കുകയാണ്. മുരളി, ഇന്നലെ ഞാൻ നിന്നെ 3-4 പ്രാവശ്യം തിരിച്ചു വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാമിലൊരു മാറ്റം. ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അർജൻറ്റ് 6 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന്. പറഞ്ഞോളൂ. നീ സഹായിക്കുമെന്ന ഒറ്റ പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ കുടുംബവും. പഴയതിൻ്റെ പ്രത്യുപകാരം ചോദിക്കുന്നതല്ല. എനിക്ക് ആശ്രയം നീ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. എന്താണ് പറയും മുരളി? എനിക്കൊരു 50 ലക്ഷം രൂപ. മുരളി, ഒരു കാര്യം ചെയ്യേ, ഞാനൊന്ന് വണ്ടി നിർത്തിയിട്ട് സംസാരിക്കാം. 1 മിനിറ്റ്. മുരളി, പറഞ്ഞോളൂ. എനിക്കൊരു 50 ലക്ഷം രൂപ തന്ന് സഹായിക്കണം. തൽക്കാലം വീടിൻ്റെ ജപ്തി ഒന്ന് ഒഴിവാകും. അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ മരണം മാത്രമേ ഉള്ളൂ എൻ്റെ മുന്നിൽ. ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല മുരളി. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. എനിക്ക് കുറച്ച് സമയം തരും. എനിക്കൊരു ആശ്രയം നീ മാത്രമേ ഉള്ളൂ. അതാ ഞാൻ നിന്നെ വിളിച്ചത്. കൈവിടരുത്. ഓക്കെ. എന്നിട്ട് എന്ത് പറഞ്ഞു? 50 ലക്ഷം കൊടുക്കാന്നേറ്റോ? അല്ലെങ്കിൽ എബിക്ക് അങ്ങനെ തന്നെ ഭയങ്കര അലിവാ. ആരെന്ത് ചോദിച്ചാലും നോന്ന് പറയാറില്ല. ഹലോ മിസ്റ്റർ മുരളി, ഞാൻ എബിയുടെ വൈഫാണ്. പണ്ട് ചെയ്ത പ്രത്യുപകാരത്തിനുള്ള പ്രതിഫലമാണ് വിചാരിക്കണമെങ്കിൽ വല്ല 5-10 തരാൻ പറ്റും. അതിൽ കൂടുതൽ കിട്ടാനായിട്ട് ഇനി ഇങ്ങോട്ട് വിളിക്കണമെന്നില്ല. നീ എന്തായി കാണിച്ചത്? നിന്നോട് പല പ്രാവശ്യം പറഞ്ഞോട്ട് എൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടലെന്ന്. എബി, അത് പിന്നെ ഞാൻ ഇനി നീ ഒന്നും പറയണ്ട. മൂന്നാല് ദിവസം എടുക്കുമെന്ന് പറഞ്ഞിട്ട് മുതലാളി. എന്താ മോളെ നേരത്തെ? അച്ഛന്റെ ബിസിനസ് തിരക്ക് നിർത്താത്ത ഫോൺ കോളുകൾ. സാറിനെ കാണാൻ ഒരാളെ വന്നിരുന്നു, ഒരു മുരളി. അതെയോ? ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് സാറിന്. എബി, ഒത്തിരി ദൂരം ഡ്രൈവ് ചെയ്ത് പോണ്ടല്ലേ? ഞാൻ എത്ര തവണ പറഞ്ഞു ഒരു ഡ്രൈവറെ വെക്കാൻ? ഇതിനുള്ള മറുപടി നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു? മോളെ, ബൈ. ബൈ. സീ യു.
ഇന്ന് എന്തിന്റെ പാർട്ടിയാ പപ്പ? നമ്മുടെ ജീവിതത്തിലെ പ്രധാന ദിവസമാ മോളെ ഇന്ന്. ഹലോ മുരളി, ഞാൻ എബിയാണ്. നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വിളിച്ചതല്ല. ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഇന്ന് തീരുക. ഇനി ആരെയും ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല. ഇത് പറയാനാ ഞാൻ ഞാൻ വിളിച്ചത്. പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. നീ ഒരു അവിവേകവും കാണിക്കരുത്. ഈ രാത്രി പുലരുന്നവരെ നീ എനിക്ക് സമയം തരണം. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർക്കാം. നിന്റെ എന്തു ബാധ്യതയായാലും അത് എബിയുടെ ഉറപ്പാ. മോളെ, ഒരു ഫോൺ വിളിയിൽ തിരിച്ചു കിട്ടിയത് 2 കുടുംബങ്ങളുടെ ജീവിതമാണ്. മുരളിയുടെയും എബിയുടെയും ജീവിതത്തിൽ ദൈവം നിയോഗിച്ച ഒരു മധ്യസ്ഥനുണ്ടായിരുന്നു, ഒരു മീഡിയേറ്റർ.